പുറത്തു വരികയും മരമുറിയുടെ ഈ കൊള്ള പുറത്തു വരികയും അതിൻ്റെ പേരിൽ ചില നടപടികളും കേസുകളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമുണ്ട്. കാരണം ഇത് ഞങ്ങൾ നേരത്തെ സൂചിച്ചാൽ ഈ അഗസ്റ്റ്യൻ ബ്രദേഴ്സിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ആൻഡോ അഗസ്റ്റിനാണ്. അദ്ദേഹമാണ് ഈ മാഫിയയെ നിയന്ത്രിക്കുകയും കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ആളെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അത് പറയാൻ കാരണം ഈ മരമുറിയുമായി ബന്ധപ്പെട്ട ഈ അഴിമതി കഥകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവർ മുൻകൂട്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒന്ന്, മരങ്ങൾ മുറിച്ചെടുക്കാനുള്ള വഴിവെട്ട വഴികളെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ കളക്ടർ അടക്കമുള്ള ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ ആദ്യം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തെളിവുകളുണ്ട്. പ്രധാനമായിട്ടും ഈ മരമുറി കേസ് പുറത്തു വരുന്നതോടുകൂടി ബഹുമാനായ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ജോസഫ് മാത്യു സാർ വളരെ സജീവമായി ഇതിനകത്ത് ഇടപെടുകയും ഇതിനകത്തുള്ള നിയമവിരുദ്ധതകൾ മുഴുവൻ പുറത്ത് കൊണ്ടുവരികയും ഈ ഒരിക്കലും നടപ്പാക്കാൻ സാധ്യമല്ലാത്ത, കോടതിയോ അല്ലെങ്കിൽ നിയമപീഠത്തിൻ്റെയോ മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഉത്തരവുകൾ ഇറക്കിയത് വയനാട്ടിൽ നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ബഹുമാനായ ജോസഫ് മാത്യു സാറ് അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള അദീല അബ്ദുള്ളയെ അറിയിച്ചിട്ടുണ്ട്. ഇതത്ര കൃത്യമായി അതിൻ്റെ നിയമോപദേശങ്ങൾ മുഴുവൻ നൽകിയിട്ടും ഈ കളക്ടർ ചെയ്തത് ഈ മരമുറിക്ക് ഒത്താശ ചെയ്ത ആളുകളെ മുഴുവൻ സംരക്ഷിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗത്ത് മുട്ടിൽ വില്ലേജ് ഓഫീസിലെ അസിസ്റ്റൻറ്റ് വില്ലേജ് ഓഫീസറായിട്ടുണ്ട് സിന്ധു അടക്കമുള്ള ഈ മരമുറിക്ക് ഒത്താശ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ നടക്കുകയും എല്ലാവിധ പിന്തുണയും ഈ കൊള്ളയ്ക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വനം വകുപ്പിനകത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒതുക്കി തീർക്കുന്നതിനും അന്വേഷണങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതിൻ്റെ ഭാഗമാണ് അന്നത്തെ ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള സാജൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഡറോ കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു അന്വേഷണ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് വരികയും മുട്ടിൽ മലയുടെ മുകളിലുള്ള ചില സ്ഥലങ്ങളിലെ മരമുറി വ്യാപകമായിട്ട് മരമുറി നടന്നിട്ടുണ്ട്. അതിനകത്ത് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്. അത് പ്രത്യേകിച്ചും അത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് അന്ന് മേപ്പാട് റേഞ്ച് ഓഫീസറായിരുന്ന സമീറിനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സമീറിനെയും അന്നത്തെ DF ആയിരുന്ന ധനേഷിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇവിടെ വന്നൊരു മറ്റൊരു മരമുറി കേസ്, ഒരു അന്നക്കുട്ടി ചേടത്തിയുടെ പേരൊക്കെ പറഞ്ഞ മലയിൽ മറ്റ് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വനം വകുപ്പിൻ്റെ മന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ട്, ഗവൺമെൻറ് അടക്കം അറിഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അത് പ്രകൃതി സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകളുടെയും വയനാട്ടിൽ വിജിലൻ്റായ പൊതുസമൂഹത്തിൻ്റെയും ഇടപെടൽ കൊണ്ട് അത് പാളിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിന് ശേഷം ഉണ്ടാകാവുന്ന മറ്റ് കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ്, നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് ഈ കൊള്ളക്കാരുടെ ഒളികേന്ദ്രമായി മാറുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു വലിയൊരു മാഫിയയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് താഴത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തൊട്ട് താഴത്തേക്കുള്ള ഭരണപക്ഷത്തുള്ള ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിലുള്ള CPM-ൻ്റെയും അടക്കമുള്ള നേതാക്കന്മാരടക്കമുള്ള ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ദിശാബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ റിപ്പോർട്ടർ ചാനലിൽ കൊണ്ട് ഉളപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ ഈ കളവൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ളൊരു മാധ്യമ സ്ഥാപനം കയ്യിൽ വേണം എന്നുള്ളത് ഇവർക്കറിയാവുന്നതാണ്. പാർട്ടി ചാനലുകളെ ജനങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട്, അതിനകത്ത് വരുന്ന വാർത്തകളെ വളരെ പുച്ഛത്തോടെ കാണുന്നതുകൊണ്ട്, കാണാൻ ആളില്ലാത്തത് കൊണ്ടൊക്കെ ആ ചാനൽ ജനങ്ങൾ ബഹിഷ്കരിച്ച ഒരു ചാനലായതുകൊണ്ട്, പാർട്ടിക്കാരല്ലാത്ത ആളുകൾ മുഴുവൻ പാർട്ടിക്കാർ പോലും ബഹിഷ്കരിച്ച ഈ ചാനലിൽ കൂടി ഇവരെ വെളുപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടം കയറി നിന്നിരുന്ന ഒരു റിപ്പോർട്ടർ ചാനലിൽ നേരത്തെ ഹരിദാസൻ സാർ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. ആ ചാനലിൻ്റെ ഓഫീസ് ഇവരുടെ ഒളിസങ്കേതമാക്കുകയും അവിടെ വെച്ച് വീണ്ടും ചില ആലോചനകളുടെ ഭാഗമായി ആൻഡോ അഗസ്റ്റിനും ഒറ്റയ്ക്കെടുത്താണെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഈ മുട്ടിൽ മരമുറി കേസ് നടന്ന് ഇവർ കോടതിയിലൊക്കെ പോയി, ഇതൊക്കെ എല്ലാ മാധ്യമങ്ങളും ചെയ്തിട്ടുള്ള മറ്റേ റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്.
അവരൊക്കെ കാണുമ്പോൾ അവരൊക്കെ വളരെ സാമ്പത്തികമായി പരാജയപ്പെട്ട് ഏതാണ്ട് പാപ്പർ സൂട്ട് ഫയൽ ചെയ്യാൻ പാകത്തിന് നിൽക്കുന്ന രീതിയിലുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ആൻഡോ അഗസ്റ്റിനും അഗസ്റ്റിൻ അടക്കമുള്ള ഈ മാഫിയ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായി എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയാൽ ഇതിനകത്ത് ഇവരുടെ എല്ലാവരുടെയും പങ്ക് കുറച്ചും കൂടി വ്യക്തമാവും. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിത് കൃത്യമായി ഇന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു, ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത് ഒരു CBIയുടെയോ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയുടെയോ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമാണ് വേണ്ടതെന്ന് അന്നും ഞങ്ങൾ പറയുന്നത്, ഇന്നും ഞങ്ങൾ പറയുന്നത്. ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പ്രധാനമായും ജോസഫ് മാത്യു സാറ് വളരെ കൃത്യമായി യഥാസമയങ്ങളിൽ ഇതിനകത്തുണ്ടാവുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇത് നമ്മുടെ ഖജനാവിനും നമ്മുടെ പൊതുസമൂഹത്തിനും നമ്മുടെ പരിസ്ഥിതിക്കും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ഈ കേസിനെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ച ബെന്നി സാറ് CI ആയിരുന്ന ബെന്നി സാറ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഏതാണ്ടൊരു നല്ല രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു എന്ന് ഈ മാഫിയയ്ക്ക് ബോധ്യപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയും അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും അദ്ദേഹത്തെ ഇതിൻ്റെ എല്ലാ അന്വേഷണങ്ങളിൽ നിന്നുമൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ നടത്തുമ്പോൾ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെയും ഈ ഭരണകൂടത്തിൻ്റെയും ഒക്കെയുള്ള ഈ ഒരു ഉരുണ്ടുകളിയിൽ സംശയാലുക്കളാവുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നെങ്കിലും അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തെ അതിനകത്ത് കാര്യമായിട്ടുള്ള അന്വേഷണത്തിനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ ഈ അന്വേഷണ സംഘത്തിലുണ്ടായ ധനേഷ് കുമാർ എന്ന് പറയുന്ന DFO അതിനകത്ത് എടുത്ത് മാറ്റിക്കളഞ്ഞു. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നീക്കി വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഈ ആൻഡോ അഗസ്റ്റിന്മാരുടെ കൂട്ടത്തിൽ അവർ ഈ രീതിയിലേക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവന്നതും ഇതിൻ്റെ പങ്കുവച്ചിട്ടുള്ള ആളുകളും ഒക്കെ ഈ ഒരു മാഫിയ തന്നെയാണ്. ഇപ്പോൾ ഒരു ചാനൽ തന്നെ ആൻഡോ അഗസ്റ്റിനെ പോലെ നേരത്തെ സൂചിപ്പിച്ച മുട്ടിൽമരം മുറി കാലഘട്ടത്തിലെ പാപ്പർ സൂട്ട് ഫലിയാൻ പോയ ആൻഡോ സഹോദരൻ്റെ ഒരു കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു കമ്പനിയായി മാറി എന്ന് പറയുന്നത് ഒരിക്കലും ആൻഡോ സഹോദരൻ്റെയും കുടുംബന്മാരുടെയും മാത്രം കമ്പനിയല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ജയതിലകടക്കമുള്ള ആളുകളുടെ ഒക്കെ അന്വേഷിക്കണം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അന്വേഷിക്കണം. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ് ഈ ചാനൽ. ഇപ്പം കൈരളി ചാനലിന് പകരം CPM-ന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തുന്ന ഒരു ചാനലായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങളാണ് എന്ന് പറയുന്നവർ ആ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും അവരൊന്നും ആ പൊസിഷനിൽ ഇല്ല.